1999 ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കുട്ടിയാകുമ്പോ അന്ന് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനുള്ള ഒരു യാത്ര കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു. അത് പട്ടാമ്പിയിലും സ്വീകരണം ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ്, എന്നാലും ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചിരുത്തുകയും സ്നേഹത്തോടെ പരസ്പരം സംസാരിക്കാനുള്ള അവസരങ്ങൾ നൽകുകയും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പിന്നീട് ഒരു വർഗീയമായ ചേരുതലിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു വലിയ സന്ദേശമായിരുന്നു. പിന്നീട് 2012 നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുകയാണ്. എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് നമുക്ക് പരിഹാരം കാണേണ്ടത്. നമ്മളെ ആ സ്നേഹവും ആ സൗഹൃദവും നിലനിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. വർഗീയതയല്ല പരിഹാരം. എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് എല്ലാ വർഗീയതക്കും എതിരായ പരിഹാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ കടൽ പരസ്പരം ചൊരിഞ്ഞുകൊണ്ട് ഒന്നിച്ചു നിന്നാൽ ഈ നാട്ടിൽ ഒരു വർഗീയത വധിക്കും നമ്മളെ ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹിന്ദുവും ക്രൈസ്തവനും ജൈനനും ബുദ്ധനും എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ അന്തരീക്ഷം നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഈ കേരള യാത്ര അതിനൊരു കാരണമാകും. അതിന് മുന്നോടിയായിട്ടുള്ള ഈ സന്ദേശയാത്ര തീർച്ചയായിട്ടും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കേരള യാത്ര